Dear students, in today's class we are going to discuss a method to find powers of matrices. Capital A എന്നത് ഒരു n by n matrix ആണെന്ന് വിചാരിക്കാം. Suppose we want to find a raised to m, that is a into a into a into a etc. m times. സാധാരണ നമ്മളിത് കണ്ടുപിടിക്കാറുള്ളത് ആദ്യം എ സ്ക്വയർ കാണുന്നു, എ ഇൻറ്റു എ ചെയ്തിട്ട്, ദെൻ എ ക്യൂബ് ഈസ് എ സ്ക്വയർ ഇൻറ്റു എ റേസ് ടു 4 ഈസ് എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ എക്സെട്ര. ആ തരത്തിൽ നമുക്ക് എയുടെ ഏത് പവറും കണ്ടുപിടിക്കാം. പക്ഷേ ദിസ് ഇസ് എ ലോങ് പ്രോസസ്. ഹിയർ വി വിൽ ഇൻട്രൊഡ്യൂസ് അനദർ മെത്തേഡ് ടു ഫൈൻഡ് ഹയർ പവേഴ്സ് ഓഫ് എ. ഫോർ ദാറ്റ് വി ആർ ഗോയിങ് ടു discuss about a theorem which is known as Cayley Hamilton theorem. I am stating the theorem without proof. Cayley Hamilton theorem. An n by n matrix A satisfies its own characteristic equation. What do you mean by characteristic equation of a matrix? It's a equation determinant A minus lambda I equal to 0. ക്യാരക്ടറിസ്റ്റിക് വാല്യൂസും ക്യാരക്ടറിസ്റ്റിക് വെക്റ്റേഴ്സും ഒക്കെ കണ്ടുപിടിക്കാനായി നമ്മൾ എഴുതാറുള്ള ഇക്വേഷനാണിത്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നു. സോ എ എന്നത് ഒരു n by n മെട്രിക്സ് ആണെങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് ഈക്വൽ ടു 0 എന്ന ഫോമിൽ ഇത് എഴുതി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ആൻ ആൾജിബ്രായിക് ഇക്വേഷൻ ഹാവിംഗ് ഡിഗ്രി n ഇൻ ലാംഡ. അത്തരത്തിൽ ക്യാപിറ്റൽ എ എന്ന മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനാണ് ഇവിടെ കാണുന്നതെങ്കിൽ തിയറം പ്രകാരം നമുക്ക് ലാംഡ കാണുന്ന സ്ഥലത്തെല്ലാം തന്നെ ക്യാപിറ്റൽ എ ആയിട്ട് റീപ്ലേസ് ചെയ്യാനാവും. സോ ഇതൊരു ആൾജിബ്രായിക് ഇക്വേഷനാണ്. ആദ്യം എഴുതിയിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്നത് ഒരു ആൾജിബ്രായിക് ഇക്വേഷനാണ് ഇൻ പവേഴ്സ് ഓഫ് ലാംഡ. അതിന് ലാംഡയ്ക്ക് പകരം എ ആയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഹിയർ ദിസ് ഇസ് എ മെട്രിക്സ് ഇക്വേഷൻ. സോ ഇവിടെ ഈക്വൽ ടു 0 എന്നത് സാധാ സീറോയും ഇവിടെ 0 എന്നത് സീറോ മെട്രിക്സുമാണ് ഉദ്ദേശിക്കുന്നത്. സോ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ ലാംഡ എന്ന സ്ഥലത്ത് മുഴുവൻ നമ്മൾ ക്യാപിറ്റൽ എ എന്ന മെട്രിക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ് കെയ്ലി ഹാമിൽട്ടൺ തിയറത്തിൽ പറയുന്നത്. ഇനി എങ്ങനെയാണ് കെയ്ലി ഹാമിൽട്ടൺ തിയറം ഉപയോഗിച്ചുകൊണ്ട് ഒരു മെട്രിക്സിൻ്റെ ഹയർ പവേഴ്സ് കണ്ടുപിടിക്കുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സപ്പോസ് എ ഇസ് എ 2x2 മാട്രിക്സ് -2 4 -1 3. ഇവിടെ നമുക്ക് എ സ്ക്വയർ എ ക്യൂബ് ഒക്കെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതിയാവും മാട്രിസസ് തമ്മിൽ. പക്ഷേ എ റേസ് ടു 25 എ റേസ് ടു 50 ഒക്കെയാണ് കാണാൻ പറഞ്ഞതെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. സോ ഹിയർ വി വിൽ യൂസ് കെയ്ലി ഹാമിൽട്ടൺ തിയറം ടു ഫൈൻഡ് ഹയർ പവേഴ്സ് ഓഫ് ദിസ് മാട്രിക്സ്. അതിനായി നമ്മൾ ആദ്യം ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് ദ മാട്രിക്സ് കണ്ടുപിടിക്കുന്നു. ഇറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് ഡയഗണൽ എലമെൻസിൽ നിന്ന് നമ്മൾ ലാംഡ മൈനസ് ചെയ്യുന്നു, മറ്റുള്ള എലമെൻസിലൊന്നും തന്നെ മാറ്റമില്ല. സോ ഡിറ്റർമിനൻറ്റ് -2 മൈനസ് ലാംഡ 4 -1 3 മൈനസ് ലാംഡ ഈക്വൽ ടു 0. സോ വി ഹാവ് -2 മൈനസ് ലാംഡ ഇൻറ്റു 3 മൈനസ് ലാംഡ minus of -4 that is +4 equal to 0. So we get an equation like this: lambda square minus lambda minus 2 equal to 0. So this is a characteristic equation of the given matrix, and corresponding characteristic values are the solutions of this equation. So we can factorize this equation as lambda minus 2 into lambda plus 1 equal to 0, or lambda equal to -1, 2. So the characteristic values are lambda equal to -1, 2. ഇത്രയും നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിച്ച് വെക്കുന്നു. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനും കണ്ടുപിടിച്ചു, കറസ്പോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസും കണ്ടുപിടിച്ചു. ഇനി കെയ്ലി ഹാമിൽട്ടൺ തിയറം പ്രകാരം പറഞ്ഞത് ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ ലാംഡയ്ക്ക് പകരം എ എന്ന മെട്രിക്സ് ആയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്താൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ്. സോ ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ -2 ഈക്വൽ ടു 0 എന്ന ഇക്വേഷനിൽ ലാംഡയ്ക്ക് പകരം നമ്മൾ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എ സ്ക്വയർ മൈനസ് എ മൈനസ് 2i എന്ന് എഴുതേണ്ടി വരും. കാരണം മെട്രിക്സ് ഇക്വേഷൻ ആയതുകൊണ്ട് ഒരു മെട്രിക്സിൽ നിന്ന് നമ്മളൊരു കോൺസ്റ്റൻറ്റ് മൈനസ് ചെയ്യുക എന്ന് പറയുന്നത് ശരിയാവില്ല. സോ 2 into i ഈക്വൽ ടു 0 മെട്രിക്സ്. So here from this equation lambda square is equal to lambda plus 2. From here it is a square is equal to a plus 2i. ഇനി ലാംഡ ക്യൂബ് എന്ന് പറയുന്നത് ലാംഡ പ്ലസ് 2 ഇൻറ്റു ലാംഡയാണ്. അതായത് ലാംഡ സ്ക്വയർ പ്ലസ് 2 ലാംഡ എന്ന് വന്നു. ലാംഡ സ്ക്വയർ ലാംഡ പ്ലസ് 2 ആണ് നമുക്കറിയാം. സോ ലാംഡ പ്ലസ് 2 പ്ലസ് 2 ലാംഡ, ലാംഡ സ്ക്വയറിന് പകരം ലാംഡ പ്ലസ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. So we have 3 lambda plus 2. Correspondingly here a cube becomes
3a plus 2i. ഇനി ലാംഡ റേസ് ടു 4 കണ്ടുപിടിക്കണമെങ്കിൽ ലാംഡ റേസ് ടു 4 ഈക്വൽ ടു 3 ലാംഡ പ്ലസ് 2 ഇൻറ്റു ലാംഡ, ദാറ്റ് ഈസ് ലാംഡ ക്യൂബ് ഇൻറ്റു ലാംഡ, ദാറ്റ് ഈസ് 3 ലാംഡ സ്ക്വയർ പ്ലസ് 2 ലാംഡ, or this equal to 3 into lambda square is again lambda plus 2 lambda. So the answer is 3 lambda plus 2 lambda, that is 5 lambda plus 6. Correspondingly here we have an equation a raised to 4 is equal to, we replace lambda by a, so 5a plus 6i. So ഇത്തരത്തിൽ നമ്മൾ ലാംഡ സ്ക്വയർ, ലാംഡ ക്യൂബ്, ലാംഡ റേസ് ടു 4 എക്സെട്ര, ലാംഡ റേസ് ടു എം, എനി പവർ എം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇഫക്റ്റിൽ നമുക്ക് ലഭിക്കുന്നത് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ലാംഡ പ്ലസ് അനദർ കോൺസ്റ്റൻറ്റ് എന്ന ഫോമിലായിരിക്കും. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് സി നോട്ട് പ്ലസ് സി വൺ ഇൻറ്റു ലാംഡ, എ കോൺസ്റ്റൻറ്റ് പ്ലസ് അനദർ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ലാംഡ. And when we replace lambda by a, we have a raised to m is equal to c naught I plus c1a. So this is the equation to find higher powers of capital A. പക്ഷേ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ സി നോട്ടും സി വണ്ണും എന്താണ് എന്ന് ഇനി കണ്ടുപിടിക്കണം. ആ സി നോട്ടും സി വണ്ണും നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ കാണുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഇക്വേഷൻ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആയിരുന്നു. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ് -1ഉം 2ഉം. സോ ഈ ഇക്വേഷനിൽ ലാംഡയ്ക്ക് പകരം നമ്മൾ -1ഓ 2ഓ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതുപോലെ നമ്മൾ ആ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ച ഈ ലാംഡ റേസ് ടു എം ഈക്വൽ ടു സി നോട്ട് പ്ലസ് സി വൺ ലാംഡ എന്ന ഇക്വേഷനിൽ ലാംഡയ്ക്ക് പകരം -1ഓ 2ഓ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. സോ ലാംഡയ്ക്ക് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ -1 raised to m is equal to c naught plus c1 into -1, that is c naught minus c1. ലാംഡയ്ക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ -1ഉം 2ഉം ആയിരുന്നു ഈഗൻ വാല്യൂസ്. സോ 2 raised to m is equal to c naught plus 2c1. സോ വി ഗെറ്റ് 2 ഇക്വേഷൻസ്. ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് നമുക്ക് സി നോട്ടും സി വണ്ണും കണ്ടുപിടിക്കാനാവും. സോ 1, 2 എന്ന ഇക്വേഷൻസിൻ്റെ നമ്പർ ചെയ്യാണ്. 1 - 2 ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് -1 raised to m minus 2 raised to m equal to c naught minus c naught cancel ചെയ്തു, minus c1 minus 2c1, or this equal to -3c1, or c1 is equal to 1/3 into നെഗറ്റീവ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് 2 raised to m minus -1 raised to m. സോ നമുക്ക് c1 എന്താണ് എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി സി നോട്ട് കണ്ടുപിടിക്കാനായി നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സി നോട്ട് ഇസ് -1 raised to m പ്ലസ് c1, ദാറ്റ് ഇസ് -1 raised to m പ്ലസ് 1/3 into 2 raised to m minus -1 raised to m. So this is 1 into -1 raised to m plus minus 1/3 into -1 raised to m. So we have 1 minus 1/3, that is 2/3. 2/3 into -1 raised to m plus 1/3 into 2 raised to m. Or this may be written as 1/3 into 2 into -1 raised to m plus 2 raised to m. So ഇത്തരത്തിൽ സി നോട്ടും സി വണ്ണും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ നമ്മൾ സ്റ്റാർ മാർക്ക് ചെയ്തുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ റേസ് ടു എം. സോ എയുടെ ഏത് പവറും കണ്ടുപിടിക്കാൻ കറസ്പോണ്ടിങ് എമ്മിന് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. So a raised to m is, from equation star, a raised to m is equal to c naught into I, that is 1/3 into 2 into -1 raised to m plus 2 raised to m into matrix I, that is 1 0 0 1. 2/2 matrix ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, plus c1 into a. c1 is 1/3 into 2 raised to m minus -1 raised to m into matrix A is -2 4 -1 3. So this equal to, we multiply, this is a constant, we multiply this constant with entire elements of the matrix first. So we have 1/3 into 2 into -1 raised to m plus 2 raised to m. Then here the entry is 0, here it is 0, and here we have again 1/3 into 2 into -1 raised to m plus 2 raised to m. So this is first matrix plus ഇവിടെയുള്ള 1/3 into 2 raised to m minus -1 raised to m എന്ന കോൺസ്റ്റൻ്റ് കൊണ്ട് മെട്രിക്സിലുള്ള ഓരോ എൻട്രീസിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതി.
Now we have addition of two matrices here. ഈ ഫസ്റ്റ് എലിമെൻറ്റും ഈ കാണുന്ന എലിമെൻറ്റും കൂടെ നമുക്ക് ആഡ് ചെയ്യണം. സോ ഫസ്റ്റ് എലിമെൻറ്റ് മാത്രം ആഡ് ചെയ്ത് കാണിക്കാം. 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 2/3 ഇൻറ്റു -1 പ്ലസ് 1/3 ഇൻറ്റു 2 രണ്ടാമത്തെ മെട്രിക്സിലെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് -2/3 ഇൻറ്റു 2 മൈനസ് ഓഫ് മൈനസ് പ്ലസ് 2/3 ഇൻറ്റു -1 സോ -1 വരുന്ന ടേംസ് നമ്മൾ കമ്പൈൻ ചെയ്താൽ 2/3 -1 plus 2/3 -1 that is 4/3 into -1 now 1/3 into 2 minus 2/3 into 2 so 1/3 minus 2/3 is -1/3 so -1/3 2 അതാണ് നമുക്കിവിടെ ഫസ്റ്റ് എൻട്രി ആയിട്ട് വരുന്നത് 4/3 into -1 minus 1/3 into 2 ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിലുള്ള എലമെൻ്റ് ആകുമ്പോൾ 0 പ്ലസ് 4/3 ഇൻറ്റു 2 മൈനസ് -1 ആണ്. സോ ദ ആൻസർ ഇസ് 4/3 ഇൻറ്റു 2 മൈനസ് -1 ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 0 മൈനസ് 1/3 ഇൻറ്റു 2 മൈനസ് -1 ആൻഡ് ദ ലാസ്റ്റ് ടേം again we have to add. This is 2/3 into -1 plus 1/3 into 2 plus 2 minus -1 so 2/3 minus 1 minus -1 so 2/3 minus 1 is minus 1/3 so we have minus 1/3 into -1 now 1/3 plus 1 is 4/3 so plus 4/3 into 2 so ഇത്തരത്തിൽ നമ്മൾ ആ മെട്രിക്സ് രണ്ടും ആഡ് ചെയ്ത് എഴുതി. ഇതാണ് a⁻m. ഇനി നമ്മളോട് a⁻25 കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ m = 25. സോ എൻട്രി വരുന്നത് -1/25 എന്ന് പറഞ്ഞാൽ -1 വരും, കാരണം ഓഡ് നമ്പറാണ്. സോ -4/3 -1/3 ഇൻറ്റു 2⁻25. അത് കാൽക്കുലേറ്റ് ചെയ്ത് കാണേണ്ട ആവശ്യമില്ല, ഇവിടെ ഇങ്ങനെ തന്നെ വെച്ചാൽ മതിയാവും. നെക്സ്റ്റ് എൻട്രി ഈസ് 4/3 ഇൻറ്റു 2⁻25 minus -1/25 is -1 so minus of -1 is +1 and here it is -1/3 into 2⁻25 minus of -1 that is +1 and here again -1/25 is -1 so 1/3 plus 4/3 into 2⁻25 so this is will be a⁻25. so ചെയ്ത മെത്തേഡ് നമ്മൾ ആദ്യം തന്നിരിക്കുന്നത് ഇവിടെ 2/2 മെട്രിക്സ് ആണ്. ആദ്യം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഒരു സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആയിരിക്കും, ആൾജിബ്രായിക് ഇക്വേഷൻ ആയിരിക്കും. നമ്മളത് സോൾവ് ചെയ്ത് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ആദ്യം കണ്ടുപിടിച്ച് വയ്ക്കുന്നു. അതിനുശേഷം ഇത്രയും പാർട്ട് എക്സ്പ്ലനേഷന് വേണ്ടി ഞാൻ പറഞ്ഞതാണ്, അതൊന്നും തന്നെ എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് λ⁻m will be equal to C0 plus C1 lambda, a constant plus C1 into lambda. Correspondingly a⁻m will be C0i plus C1a. ഇത് നമ്മൾ സ്റ്റാർ നൊട്ടേഷൻ വെച്ച് വയ്ക്കുന്നു. ഇനി ഇതാണ് നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ നിന്ന് നമുക്ക് ലഭിച്ച ഇക്വേഷൻ. ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരുന്നു, -1ഉം 2ഉമാണ്. ആ -1ഉം 2ഉം നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് 2 ഇക്വേഷൻസ്. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്തുകൊണ്ട് C0ഉം C1ഉം നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ C0ഉം C1ഉം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് a⁻m. 2/2 അല്ലാതെ ഹയർ ഓർഡർ മെട്രിക്സിൻ്റെ കേസിലും ഇതേ പ്രൊസീജിയർ വെച്ച് നമുക്ക് എയുടെ ഹയർ പവേഴ്സ് കാണാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഹിയർ വി ഹാവ് എ 3/3 മെട്രിക്സ് ക്യാപിറ്റൽ എ. പക്ഷേ പ്രോസസ്സ് കുറച്ചുകൂടെ ലോങ് പ്രോസസ്സ് ആയിരിക്കും. ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതിയാൽ നമുക്കറിയാം ഡിറ്റർമിനൻറ്റ് a - λi = 0 എന്ന ഇക്വേഷൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ആൻ ഇക്വേഷൻ ഇൻ λ³ ഓക്കെ, ഇക്വേഷൻ ഇൻ λ ഹാവിങ് ഡിഗ്രി 3. കറസ്പോണ്ടിംഗ്ലി ഈ ലാംഡ കാണുന്ന സ്ഥലത്തെല്ലാം തന്നെ ക്യാപിറ്റൽ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ് കെയ്ലി ഹാമിൽട്ടൺ തിയറത്തിൽ പറഞ്ഞത്. സോ λ⁻m വിൽ ബി എ കോൺസ്റ്റൻറ്റ് പ്ലസ് C1 lambda plus C2 lambda square. ഓക്കെ, അനദർ സോ ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ നിന്ന് നമ്മൾ λ³ എഴുതാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് λ² ഒരു ഇക്വേഷൻ ലഭിക്കും. λ⁴ എഴുതാൻ ശ്രമിച്ചു കഴിഞ്ഞാലും വീണ്ടും നമുക്ക് λ² ഒരു ഇക്വേഷനാക്കി അതിനെ മാറ്റാനാവും മുമ്പ് ചെയ്ത പോലെ. സോ ഇൻ ജനറൽ λ⁻m എന്നത്
C0 പ്ലസ് C1 ലാംഡ പ്ലസ് C2 ലാംഡ സ്ക്വയർ എന്ന ഫോമിലുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും നമുക്ക് ലഭിക്കാം. എ എന്നത് ഒരു 2/2 മെട്രിക്സ് ആണെങ്കിൽ ലാംഡ റേസ് ടു എം എന്നത് C0 പ്ലസ് C1 ലാംഡ എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എ എന്നത് 3/3 മെട്രിക്സ് ആവുമ്പോൾ ലാംഡ റേസ് ടു എം ഈക്വൽ ടു C0 പ്ലസ് C1 ലാംഡ പ്ലസ് C2 ലാംഡ സ്ക്വയർ എന്ന ഫോമിൽ നമുക്ക് എഴുതാനാവും. കറസ്പോണ്ടിംഗ്ലി ലാംഡയ്ക്ക് പകരം നമ്മൾ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ റേസ് ടു എം ഇസ് ഈക്വൽ ടു C0I പ്ലസ് C1a പ്ലസ് C2a സ്ക്വയർ എന്ന് നമുക്ക് ലഭിക്കും. മുമ്പ് ചെയ്ത അതേ പ്രൊസീജിയർ അനുസരിച്ച് ഈ കാണുന്ന ഇക്വേഷനിൽ ലാംഡയ്ക്ക് പകരം ഈ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ച ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് ലഭിച്ച വാല്യൂസ് ആണ് ഇവിടെ ഉള്ളത് -1, 1, 2. ആ ഓരോ വാല്യൂസായി നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഇക്വേഷൻസ് ലഭിക്കും. ഈ 3 ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് C0, C1, C2 കണ്ടുപിടിക്കുന്നു. ഈ കണ്ടുപിടിച്ച C0, C1, C2 നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ റേസ് ടു എം. പക്ഷേ ഇവിടെ ഐയും എയും നമുക്കറിയാം. എ സ്ക്വയർ സാധാ മൾട്ടിപ്ലിക്കേഷനിലൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അതിനുശേഷം C0ഉം C1ഉം C2ഉം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് എ റേസ് ടു എം. സോ ദാറ്റ് ഇസ് എ പ്രൊസീജിയർ, ബട്ട് ഇറ്റ്സ് എ വെരി ലോങ് പ്രോസസ്. 2/2 മെട്രിക്സ് പോലെ അത്ര എളുപ്പത്തിൽ നമുക്ക് എയുടെ ഹയർ ഓർഡേഴ്സ് വരുന്ന സമയത്ത് എ റേസ് ടു എം കണ്ടുപിടിക്കൽ എളുപ്പമല്ല. പക്ഷേ പ്രൊസീജിയറിൽ മാറ്റമില്ല. നമ്മൾ മുമ്പ് ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആകെ വ്യത്യാസം ഉണ്ടാവുക ലാംഡ റേസ് ടു എമ്മിൻ്റെ ജനറൽ ഇക്വേഷൻ നമുക്ക് ഈ ഫോമിലാണ് എഴുതാനാവുക. Now let's have some problems. Verify that given matrix satisfies its own characteristic equation. So let's do first problem. Capital A equal to the matrix 1, -2, 4, 5. First of all, we have to find the characteristic equation. So characteristic equation is determinant A minus lambda I equal to 0. That is determinant 1 minus lambda minus 2, 4, 5 minus lambda equal to 0. Diagonal elements നിന്ന് lambda മൈനസ് ചെയ്താൽ A minus lambda I നമുക്ക് എഴുതാനാവും. So evaluating this determinant, we have 1 minus lambda into 5 minus lambda minus of -8, that is plus 8 equal to 0. Or we have lambda square minus 5 lambda minus lambda, that is minus 6 lambda, 5 plus 8, that is 13 equal to 0. So this is the characteristic equation of given matrix. We have to verify whether capital A, the matrix capital A satisfies this equation. That is to check whether A square minus 6A plus 13I equal to 0. Characteristic equationൽ ലാംഡയ്ക്ക് പകരം A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. So first of all, we have to find A square. A square is 1 minus 2, 4, 5 into 1 minus 2, 4, 5. So the product is 1 minus 8, that is minus 7, minus 2 minus 10, that is minus 12, 4 plus 20, 24, minus 8 plus 25, 17. Now let us write A square minus 6A plus 13I. So this is equal to minus 7 minus 12, 24, 17, minus 6 into A, that is 6 into 1 is 6, 6 into minus 2, that is minus 12, here 24, 30, plus 13 into I is 1001, so we have 13I is 13, 0, 0, 13. So the answer is minus 7 minus 6 plus 13, that is 0, minus 12 plus 12 plus 0, that is again 0, 24 minus 24 plus 0, 0, that is 17 minus 30 plus 13, that's again 0. So we have the 0 matrix. So characteristic equation satisfies if lambda is replaced by capital A. Let's have one more problem. Use the method of this section to compute A raised to m. Let's do first problem. A equal to -1, 3, 2, 4. We have to find A cube. M equal to 3 ആണ് തന്നത്. അതായത് we have to find A cube. So let's start the process. First of all, we will find the characteristic equation of the matrix. That is determinant A minus lambda I equal to 0. Equation solve ചെയ്താൽ നമുക്ക് lambda equal to -2, 5 എന്ന characteristic values ലഭിക്കും. So characteristic equationും characteristic valuesഉം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നു. ഇനി Cayley Hamilton theorem അപ്ലൈ ചെയ്യാൻ പോവാണ്.
we have lambda raised to m will be of the form a constant plus another constant into lambda. Similarly, a raised to m is by Cayley Hamilton theorem, a raised to m is c naught I plus c1a. ലാംഡ കാണുന്നിടത്തെല്ലാം എ ആയിട്ട് റീപ്ലേസ് ചെയ്യൂ. കോൺസ്റ്റൻറ്റിൻ്റെ സ്ഥലത്ത് സി നോട്ട് ഐ എന്നായിട്ട് മാറും. ഇനി ഈ സി നോട്ടും സി വണ്ണും കണ്ടുപിടിക്കലാണ് നമുക്കാകെ ചെയ്യാനുള്ളത്. അതിനായി ഈ ആദ്യം എഴുതിയ ഇക്വേഷനിൽ ലാംഡയ്ക്ക് ഏഗൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ലാംഡ ഈക്വൽ ടു -2ഉം 5ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ രണ്ട് ഇക്വേഷൻസ് ലഭിക്കും. ഇതിൽ നിന്ന് ഒന്നിൽ നിന്ന് മറ്റേ ഇക്വേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് c1. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്തുകൊണ്ട് c1ഉം c0ഉം നമ്മൾ കണ്ടുപിടിക്കുന്നു. എ റേസ് ടു എം എന്ന് പറയുന്നത് c0 ഇൻറ്റു ഐ പ്ലസ് c1 ഇൻറ്റു എ ആയിരുന്നു. സോ നമ്മളവിടെ ഐയും എയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എ ക്യൂബാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ ഈ എക്സ്പ്രഷനിൽ എം കാണുന്ന സ്ഥലത്തെല്ലാം നമ്മൾ 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കറസ്പോണ്ടിങ് വാല്യൂസ് കണ്ടുപിടിക്കുന്നു. സോ ഇവിടെ നമുക്ക് 30 എന്നാണ് ലഭിക്കുന്നത്. ഇത് സോൾവ് ചെയ്താൽ 30 ഇൻറ്റു ദ ഐഡൻറ്റിറ്റി മാട്രിക്സ് പ്ലസ് ഈ എക്സ്പ്രഷൻ 19 എന്ന് ലഭിക്കും. 19 ഇൻറ്റു ദിസ് മാട്രിക്സ്. സോ മാട്രിക്സ് അഡിഷൻ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ആൻസർ ലൈക്ക് ദിസ്. ഇവിടെ എ എന്ന മാട്രിക്സ് ഒരു 2x2 മാട്രിക്സ് ആണ്. എ ഇൻറ്റു എ ചെയ്ത് കഴിഞ്ഞാൽ ഈ മാട്രിക്സ് തന്നെയാണോ ലഭിക്കുന്നത് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. എ ക്യൂബ് ആയതുകൊണ്ട് ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷനാണ് നമുക്ക് എളുപ്പമായിട്ടുള്ളത്. പക്ഷേ ചെയ്യുന്ന പ്രോസസ്സ് പരിചയപ്പെടാൻ വേണ്ടിയാണ് ഇവിടെ നമ്മൾ എ ക്യൂബ് ഈ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി എയുടെ ഹയർ പവേഴ്സാണ് കാണാൻ പറഞ്ഞതെങ്കിൽ ഈ എമ്മിന് പകരം ആ പവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതിയാവും.